നമസ്കാരം. SFI പ്രവർത്തകരുമായുള്ള സംഘർഷത്തിൽ പ്രതികളായ KSU നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി പോലീസ്. വിദ്യാർത്ഥികളെ കറുത്ത മാസ്കും കൈവിലങ്ങുമിട്ട് കോടതിയിൽ കൊണ്ടുവന്നത് എന്തിന് എന്ന് SHOയ്ക്ക് കോടതിയിൽ നിന്നും രൂക്ഷമായ വിമർശനവും ഷോക്കോസ് നോട്ടീസും ലഭിച്ചു. KSU നേതാക്കളെ കയ്യാമം വെച്ച് തലയിൽ കറുത്ത തുണിയിട്ട് കോടതിയിൽ ഹാജരാക്കിയ പോലീസിന്റെ നടപടിയിൽ രൂക്ഷ പ്രതിഷേധവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തെത്തി. സംഭവത്തിൽ അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. KSU നേതാക്കളെ കയ്യാമം വെച്ച് തലയിൽ കറുത്ത തുണിയിട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയത്. അവർ തീവ്രവാദികളാണോ, കൊടും കുറ്റവാളികളാണോ? കേരളത്തിലെ പോലീസ് എവിടേക്കാണ് പോകുന്നത്? രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ഉദ്യോഗസ്ഥർ സേനയിലുണ്ട്. എല്ലാ വൃത്തികേടുകൾക്കും അഴിമതിക്കും കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരാണവർ. അവർക്ക് പാർട്ടി സംരക്ഷണം കൊടുക്കുന്നത് കൊണ്ടാണ്. പാർട്ടി നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടാണ് KSUക്കാരെ ഇത്തരത്തിൽ കള്ളക്കേസിൽ കുടുക്കി തീവ്രവാദികളെയും കൊടും ക്രിമിനലുകളെയും പോലെ കൊണ്ടുവന്നത്. എന്ത് നീതിയാണ് കേരളത്തിൽ നടപ്പിലാക്കുന്നത്? രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരും ചെവിയിൽ നുള്ളിക്കൊള്ളൂ. പണ്ടൊക്കെ ഞങ്ങൾ പൊറുക്കുകയായിരുന്നു, ഇനിയെല്ലാം ഓർത്തുവെക്കും. വൃത്തികേട് കാണിക്കുന്ന ഒറ്റ ഒരുത്തനും കേരളത്തിൽ കാക്കിയിട്ട് നടക്കില്ല. അത്രമാത്രം തോന്നിവാസവും അസംബന്ധവുമാണ് ഇവർ കാണിക്കുന്നത്. വിദ്യാർത്ഥി നേതാക്കന്മാരെ തലയിൽ തുണിയിട്ട് തീവ്രവാദികളെ പോലെ കൊണ്ടുവരുന്ന കാടത്തം എവിടെയാണുള്ളത്? എവിടെയാണ് മുഖ്യമന്ത്രി? എത്ര സംഭവങ്ങളാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്? ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി എന്തിനാണ് മൗനം പാലിക്കുന്നത്? ഒട്ടകപക്ഷിയെ പോലെ മണ്ണിൽ തല പൂഴ്ത്തി നിൽക്കുന്നു. ഒരു ഭരണാധികാരിക്ക് ചേർന്നതല്ല ഈ മൗനം. സംസാരിക്കാൻ ഭയമാണ്. നിങ്ങളുടെ വകുപ്പിലാണ് മുഖ്യമന്ത്രി ഈ തോന്നിവാസം മുഴുവൻ നടക്കുന്നത്. കേട്ടുകേഴ്വിയില്ലാത്ത വൃത്തികേടുകൾ കേരളത്തിൽ പോലീസിന്റെ പേരിൽ അരാജകത്വവും അതിക്രമവും നടക്കുന്നത്. കേരളത്തിലെ പോലീസിനെ തീവ്രവാദികളെ പോലെയാക്കി മാറ്റി. പാർട്ടിക്കാരുടെ തോന്നിയാസത്തിന് കൂട്ടുനിൽക്കാൻ കേരള പോലീസിനെ തകർത്ത് തരിപ്പണമാക്കി. ഇതിന് നിങ്ങളെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്? എന്തൊക്കെയാണ്
ഇതേവരെ ഒരു പരാതി എടുക്കാൻ, ഒരു കേസ് എടുക്കാൻ ഈ കാല പോലീസിന് സാധിച്ചിട്ടുണ്ടോ? ഇല്ല, നിങ്ങൾക്കത് സാധിക്കില്ല. കാരണം നിങ്ങൾ പിണറായി വിജയൻ എന്ന പട്ടികവാലാട്ടി മാത്രമാണ്. മാത്രമാണ് ബാക്കിയുള്ളത്. അതിനുള്ള ശേഷം വാലാട്ടി പട്ടികളായ നിങ്ങളെ പാഠം പഠിപ്പിക്കാൻ യൂത്ത് കോൺഗ്രസും